ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ജനനായകൻ്റെ 3 ദിനങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ ഒരു മൂന്നാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന ഗ്രാഫ് കാണാൻ കഴിയുന്നു. 2 ദിവസത്തെ കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത് 124,40,00,000 രൂപയോളമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഇവിടെ മൂന്നാം ദിനത്തെ ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും രണ്ടാം ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം ദിനം ഏകദേശം 43 കോടി ലഭിച്ച സമയത്ത് നമുക്ക് ഇന്ന് 55 കോടിക്ക് മുകളിലേക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ 2 ദിവസം കൊണ്ട് 45,45,00,000 രൂപ നേടിയ ചിത്രം കർണാടകത്തിൽ നിന്ന് 14,73,00,000 രൂപ നേടി. കേരളത്തിൽ നിന്ന് 7,75,00,000 രൂപ നേടിയപ്പോൾ ആന്ധ്രയിൽ നിന്ന് 3,14,00,000 രൂപയാണ് നേടാൻ കഴിഞ്ഞത്. തെലങ്കാനയിൽ നിന്ന് 3 കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടിയും നേടിയ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് 82 കോടിയോളമാണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമേ നേടിയത്. 4 മില്യന് മുകളിലാണ് ഓവർസീസിൽ നിന്ന് നേടി 43,17,00,000 രൂപ നേടി. അങ്ങനെ ആകെ മൊത്തം 124,40,00,000 രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്ന് മൂന്നാം ദിനത്തെ കേരള കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ ഉയർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ വാർത്ത. ഒരുപക്ഷെ അതിൻ്റെ താഴെ പോകുമെന്ന് പലരും പല ചാനലുകാരും പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ മാറുകയാണ്. ഇന്ന് ഇതുവരെ ലഭിച്ചത് ഇപ്പോൾ രാത്രി 11 മണി വരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 2,15,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്കിങ്ങിലൂടെയുള്ള കളക്ഷൻ വന്നത്. ഇന്നലെ 1,83,00,000 രൂപയായിരുന്നു ഫൈനൽ ട്രാക്ക്ഡ് കളക്ഷൻ. ഏകദേശം 2,20,00,000 രൂപ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ നേടാൻ കഴിഞ്ഞു. ഇന്ന് 2.5 കോടിക്ക് മുകളിലേക്ക് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 1,30,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ഇന്ന് മൊത്തം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 10 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും സിനിമ തമിഴ്നാട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് നേരത്തെ ഏകദേശം ഒരു 4 മണിക്കൂർ മുമ്പ് കിട്ടിയ ട്രാക്ക്ഡ് കളക്ഷനിൽ ഏകദേശം 13 കോടിയോളം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ രണ്ടാം ദിവസത്തേക്കാൾ കൂടുതലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 2,824 ഷോകളാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് നേടിയിരിക്കുന്നു. അതായത് ഇന്നത്തോടെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി സിനിമ പ്രതീക്ഷിക്കുന്നത് 20 കോടിയോളമാണ്. അങ്ങനെയെങ്കിൽ 65 കോടിയോളം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ നേടുമെന്ന് ഉറപ്പാക്കപ്പെടുകയാണ്. കേരളത്തിൽ നിന്ന് 10 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് കുതിക്കുന്നു. നാളെ കൊണ്ട് അതായത് ഇന്നത്തെ ദിവസത്തോടെ സിനിമ 160 തൊട്ട് 170 കോടിക്കിടയിൽ വരുമെന്നും നാളെ കൊണ്ട് സിനിമ 200 കോടി കടക്കുമെന്നുള്ളതും ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അതെ, വിജയുടെ വീണ്ടും ഒരു ഡബിൾ സെഞ്ചുറി നമ്മൾ കാണാൻ പോവുകയാണ്. ഇനി സിനിമയുടെ 2 ദിവസത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ നോക്കാം. തമിഴ് മാത്രമായിട്ട് നമുക്ക് 70 കോടി 62,00,000 രൂപ, തെലുങ്കിൽ നിന്ന് 5 കോടി 32, ഹിന്ദിയിൽ നിന്ന് 5 കോടി 29,00,000 രൂപയാണ്. ഡേ 1-ൽ ഡൊമസ്റ്റിക്കിൽ 54 കോടി 92,00,000 രൂപയാണ് വന്നതെങ്കിൽ നമുക്ക് ഡേ 2-ൽ 27 കോടിയോളമാണ് ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രമായി വന്നത്. ഇന്നും സിനിമയ്ക്ക് ഡൊമസ്റ്റിക്കിൽ നിന്ന് 26 തൊട്ട് 30 കോടി വരെ എത്താനുള്ള ചാൻസുകളുണ്ട്. എന്താണെങ്കിലും നാളെ കൊണ്ട് സിനിമ 200 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. തീർച്ചയായും നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. നമുക്ക് ഒരു 10,000 വ്യൂസ് എങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗ്രേറ്റ് മീഡിയാസ്.